തൊണ്ടയിൽ ബബിൾഗം കുടുങ്ങിയ ഒരു കുട്ടിയുടെ വൈറലായ വീഡിയോ ക്ലിപ്പ് നമ്മളൊക്കെ ഇക്കഴിഞ്ഞ ദിവസം കണ്ടു. അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ടും പരിസരത്തുണ്ടായിരുന്ന ചെറുപ്പക്കാരുടെ പെട്ടെന്നുള്ള ഇടപെടലുകൾ കൊണ്ടും ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. കുട്ടികൾ പലപ്പോഴും മഫ്ത ശരിപ്പെടുത്താറുള്ളത് സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ മുട്ടുസൂചിയോ വായിൽ വെച്ചുകൊണ്ടാണ്. വയനാട് വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട്. ഒരു കുട്ടി ഇതേപോലെ മുട്ടുസൂചി വായിൽ വെച്ച് മഫ്ത ശരിയാക്കുന്നതിനിടയിൽ എന്തോ സംസാരിച്ചു, മുട്ടുസൂചി താഴേക്ക് ഇറങ്ങിപ്പോയി, അത് തൊണ്ടയിൽ ചെന്ന് കുടുങ്ങി. ആ കുട്ടിയെയുമായി ആംബുലൻസ് എടുത്ത് വളരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലെത്തിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. ഒരിക്കൽ കാറുമായി പോകുമ്പോൾ റോട്ടിലേക്ക് ഒരു ബോൾ ഉരുണ്ടു വന്നു. എന്തോ എൻ്റെ മനസ്സിലേക്കൊരു തോന്നൽ, അതിൻ്റെ പിന്നിൽ ഒരു കുട്ടി ഉണ്ടാവാമെന്ന്. സന്ദർഭോചിതമായി ബ്രേക്ക് ചെയ്തത് കൊണ്ട് മാത്രം ആ കുട്ടി രക്ഷപ്പെട്ടു. റോഡ് സൈഡിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുന്ന കുട്ടികളെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അശ്രദ്ധമായി സൈക്കിൾ ഓടിക്കുന്ന കുട്ടികൾ, അതിന് അവർക്ക് അനുമതി നൽകുന്ന രക്ഷിതാക്കൾ പലപ്പോഴും അപകടം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ആഴമേറിയ കുളത്തിലും പുഴയിലും അതേപോലെ തന്നെ കരിങ്കൽ കോറിയിലുമൊക്കെ മക്കളെ ഒറ്റക്ക് കുളിക്കാൻ വിടുന്ന രക്ഷിതാക്കൾ അപകടങ്ങൾ വിളിച്ചു വരുത്താറുണ്ട്. ചെറുപ്പത്തിൽ മക്കൾ ശീലിക്കേണ്ട ഒരുപാട് സ്കില്ലുകളുണ്ട്. അത് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മക്കളെ പഠിപ്പിച്ചെടുക്കണം. അത് പഠിപ്പിക്കാതെ അപകടകരമായ സാഹചര്യത്തിലേക്ക് മക്കളെ പറഞ്ഞു വിടുന്നത് പലപ്പോഴും അവിവേകമായിരിക്കും. എന്നാൽ നാം എത്ര ശ്രദ്ധിച്ചാലും ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വിധി പോലെ വരികയും ചെയ്യും. നാം ചെയ്യേണ്ടത് ചെയ്യാതെ വിധിയെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അല്ലിമു ഔലാദക്കും അസ്സിബാഹ വരിമായ വറുകൂബുൽ ഖൈൽ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നീന്തലും അമ്പെയ്ത്തും കുതിര സവാരിയും പഠിപ്പിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത്തരം ആയോധന കലകൾ പഠിപ്പിക്കുവാൻ റസൂലുള്ള പറഞ്ഞുവെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളെ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ സ്കിൽസ്, ആയോധന കലകളും ലൈഫ് സ്കിൽസും നാം അവരെ ചെറുപ്പത്തിൽ തന്നെ പരിശീലിപ്പിക്കണം. അപ്പോൾ ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങളിൽ നമുക്ക് രക്ഷപ്പെടുത്തുവാൻ സാധിക്കും. പക്ഷേ നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾക്ക് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും അവനോട് പ്രാർത്ഥിക്കുകയുമല്ലാതെ മറ്റൊരു വഴിയുമില്ല.